സ്വന്തം ഭാര്യയോ പെങ്ങന്മാരോ തന്റെ വീട്ടിലെ പെണ്ണുങ്ങളോ തിന്മ ചെയ്യുന്നുണ്ടെന്നറിഞ്ഞാൽ, അല്ലാഹുവിന് ഇഷ്ടമല്ലാത്ത പണി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ, അതിലൊന്നും ലവലേശം ഒരു പ്രശ്നമില്ലാത്ത വാപ്പ, പ്രശ്നമില്ലാത്ത ആങ്ങള, പ്രശ്നമില്ലാത്ത ഭർത്താവ് എന്റെ പെണ്ണ് പോകുന്നതിന് കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. അല്ലാഹുവിനെ ഓർത്ത് മനസ്സിലാക്കണം. പെണ്ണുങ്ങളെ പൊതുപ്രവർത്തനത്തിന് ഇറക്കാൻ പാടില്ല, അല്ലാഹുവിന്റെ നിയമമാണ്. തന്റെ ഭാര്യയെ മെമ്പറാക്കേണ്ട ഹറാമാണ്, അല്ലാഹുവിന്റെ മുമ്പിൽ ഹറാമാണത്, ഹറാമാണ്. ജുമുഅ ജമാഅത്തിന് പള്ളിക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് മാത്രമാണ് ഉലമാ ചർച്ച ചെയ്തത്. അതന്നെ വേണോ വേണ്ടേ? എന്നിട്ട് പിന്നെ നമ്മൾ ഇവരെ പുറത്തിറക്കണ്ട, അവർക്ക് വിഞ്ഞുകൾ ഉണ്ടാക്കണ്ട, അവർ വീട്ടുകളിൽ അച്ചടക്കത്തോടുകൂടെ മക്കളെ നോക്കി ഭർത്താവിനെ പരിചരിച്ച് നല്ലൊരു തലമുറയുടെ സൃഷ്ടിപ്പ് നടത്തേണ്ട ഉമ്മമാരാണ്. അവരെ നീ ഗോതയിലേക്ക് ഇറക്കല്ല, പൊതുപ്രവർത്തനത്തിന് ഇറക്കല്ല. അങ്ങനെ ഇറക്കുന്നതിൽ നിനക്ക് മനസ്സിന് വിഷമമില്ലെങ്കിൽ നിന്റെ പേരാണ് ദയ്യൂസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യങ്ങൾ മനസ്സിലാക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ പേരിൽ ചെയ്യരുത്. നിങ്ങൾ മുസ്ലിം എന്നുള്ള പേര് മാറ്റിക്കോ, ഇസ്ലാമിന്റെ പേര് മാറ്റിക്കോ. ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്തെല്ലാം പരിപാടികളാണ്, നടന്നോട്ട്, ഒരു കുഴപ്പമില്ല. നമ്മൾ എല്ലാറ്റിനും ചെവി കൊടുക്കരുത്, ഹക്കും ബാത്തിലും മനസ്സിലാക്കണം. മുഖമക്കന ധരിച്ച് കയ്യും മുഖവും മുറത്ത് കാണിച്ച് ആണിനെ പോലെ റോഡിലൂടെ നടക്കാൻ പറ്റുമെന്ന് ആരാണ് ഇവിടെ നിയമം കൊണ്ടുവന്നത്? എന്ന അല്ലാഹുവിന്റെ വചനത്തിന് ആരാണ് ദുർവ്യാഖ്യാനം ചെയ്തത്? അങ്ങനെയുണ്ടോ? പെണ്ണിന് കയ്യും വീശി റോഡിലൂടെ നടക്കാമെന്ന്, അന്യരുടെ കൂടെ മിങ്കിളാകാമെന്ന്? അവൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പറ്റില്ല മുഅ്മിനെ, അവളെ മത്സരിപ്പിക്കാൻ പറ്റില്ല മുഅ്മിനെ. ഇത് എന്റെ മുഅ്മിനീങ്ങളോട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അല്ലാഹു എന്നോട് ചോദിക്കും, ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയിട്ട് എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല എന്ന്. ഇനി നിങ്ങൾക്ക് വേണ്ട പോലെ ചെയ്യാം മുഅ്മിനെ, പറ്റില്ല. പേർഷ്യക്കാരനായ ആളുകൾ, പേർഷ്യക്കാർ, അവരുടെ രാജഭരണം, രാജാവ് മകളെ ഏൽപ്പിച്ച വിവരം അറിഞ്ഞപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൻ യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറഅ. ഒരു പെണ്ണിനെ അധികാരം ഏൽപ്പിച്ച സമൂഹത്തിന് വിജയമുണ്ടാവുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പേർഷ്യയുടെ ഭരണം രാജാവ് മകൾക്ക് കൈമാറിയപ്പോഴാണ്. 10 കൊല്ലത്തിനിടക്കാണ് അവിടെ അരാജകത്വമുണ്ടായി. രാജാവും രാജ്ഞിയും മക്കളും കൊല ചെയ്യപ്പെട്ട രീതിയിൽ ചരിത്രം മാറിമറിഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്. മുഅ്മിനെ മനസ്സിലാക്കണം, മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. മുല്ലാക്കന്റെ വിവരം വരുമ്പോ കുന്തം താഴ്ത്തി വെക്കണ്ട, നീർത്തി വെക്കാൻ പറഞ്ഞാൽ അത് എപ്പോഴും നീർ തന്നെ കിടന്നോട്ടെ.